കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണ് എന്ന് ചിലർ പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു ഇവൻ ക്രിസ്തുവാണ്. എന്നാൽ വേറെ ചിലർ ചോദിച്ചു, ക്രിസ്തു ഗലീലയിൽ നിന്നാണ് വരിക? ക്രിസ്തു ദാവീദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിൻ്റെ ഗ്രാമമായ ബെത്ലഹേമിൽ നിന്ന് അവൻ വരുമെന്നുമല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത്? അങ്ങനെ അവനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി. ചിലർ അവനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു, എന്നാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത്? അവർ മറുപടി പറഞ്ഞു, അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഫരിസേയർ അവരോട് ചോദിച്ചു, നിങ്ങളും വഞ്ചിതരായും? അധികാരികളിലോ ഫരിസേയരിലോ ആരെങ്കിലും അവനെ വിശ്വസിച്ചിട്ടുണ്ടോ? നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം ശപിക്കപ്പെട്ടതാണ്. മുമ്പൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയവനും അവരിലൊരുവനുമായി നിക്കോദേമോസ് അപ്പോൾ അവരോട് ചോദിച്ചു, ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? അവർ മറുപടി പറഞ്ഞു, നീയും ഗലീലയിൽ നിന്നാണോ? പരിശോധിച്ച് നോക്കും, ഒരു പ്രവാചകനും ഗലീലയിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാക്കും. ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വിഭിന്നമായ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളുമൊക്കെയാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. ചിലർ പറഞ്ഞു ഈശോയുടെ പ്രബോധനങ്ങളും ഈശോയുടെ സംസാരവും ഒക്കെ കേട്ടിട്ട് ഇവനൊരു പ്രവാചകനാണ്. ഈശോയുടെ പ്രവർത്തികൾ കണ്ട് അതിൽ വിശ്വസിച്ച കുറേ ആളുകൾ പറഞ്ഞു, ഇവനായിരിക്കുമോ ക്രിസ്തു? ക്രിസ്തുവാണെങ്കിൽ ബെത്ലഹേമിൽ നിന്ന് വരേണ്ടതാണ്, ദാവീദിൻ്റെ സന്താന പരമ്പരയിൽ ഉണ്ടാകേണ്ടവനാണ്, രാജാവായി ജീവിക്കേണ്ടവനാണ്, ഇവൻ നമ്മുടെ ഇടയിലുള്ളവനല്ലേ, അതുകൊണ്ട് ഇവൻ തന്നെയാണോ ക്രിസ്തു? ഇതൊക്കെ വിഭിന്നമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ ഒരു ചിന്തകളൊക്കെ ആയിരുന്നു ആളുകളുടെ മനസ്സിൽ. ഒത്തിരിയേറെ ആളുകൾ അവനിൽ വിശ്വസിക്കുകയും അവനോട് ചേർന്ന് നടക്കുകയൊക്കെ ചെയ്തെങ്കിലും അതിൽ കൂടുതൽ ആളുകൾ അവനിൽ നിന്ന് മാറി നടക്കുന്നൊരവസ്ഥയായിരുന്നു. യഹൂദരും യഹൂദ പ്രമാണികളും പുരോഹിത പ്രമുഖന്മാരും ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് വചനമനുസരിച്ചൊക്കെ ജീവിക്കാനായിട്ട് പരിശ്രമിച്ചു. പക്ഷേ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റാതെ പോയി. അവിടെ ഇത്രമാത്രം ഭിന്നതകളും ഒരു ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉള്ള സമയത്ത് ഈശോയെ കണ്ടുമുട്ടിയ ഒരു വ്യക്തി ധീരതയോടെ പറയുന്നൊരു കാര്യമാണ്. നിക്കോദേമോസ് എന്ന് പറയുന്നൊരു വ്യക്തി കൃത്യമായിട്ടും ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് ഒരുവന് പറയാനുള്ളത് എന്താണ് എന്ന് അറിയാതെയും അവൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയാതെയും അവനെ കുറ്റം വിധിക്കാനുള്ള അധികാരം നമ്മുടെ നിയമത്തിനില്ല. നിക്കോദേമോസിന് ഇങ്ങനെ ഒരു കാര്യം അത്രമാത്രം പ്രമാണികളുടെയൊക്കെ മുമ്പിൽ പറയണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ശക്തി അവന് ലഭിച്ചിട്ടുണ്ട്. കാരണം അവൻ നേരത്തെ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ വ്യക്തിയാണ്. അവൻ വരാനിരിക്കുന്നവനാണെന്ന് അവൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചവനാണ്. അതുകൊണ്ട് അവൻ ആ ധൈര്യത്തോടെ അവൻ പറയുന്ന കാര്യമാണ്, ചാടിക്കേറിയ അഭിപ്രായങ്ങൾ പറയുന്നതല്ല, മറിച്ച് അവന് പറയാനുള്ളത് എന്തെന്ന് കേട്ടിട്ട് അവനെ വിസ്തരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അതാണ് യഥാർത്ഥ ശരി. അപ്പോൾ അവരെ കാണിച്ചു കൂട്ടിയ തെറ്റിദ്ധാരണകളൊക്കെ ഒരു തിരുത്ത് നടത്തുന്ന നിക്കോദേമോസിനെ അവിടെ കാണാൻ പറ്റും. നമ്മുടെയൊക്കെ ജീവിതങ്ങളെയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാലും നമ്മൾ ഒത്തിരിയേറെ അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളാണ്. പലരെക്കുറിച്ചും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളെക്കുറിച്ചും പല സംഭവങ്ങളെക്കുറിച്ചും ഒക്കെ ഒത്തിരിയേറെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ അഭിപ്രായങ്ങൾ അങ്ങനെ പലപ്പോഴും അവിടെ കേട്ടതും ഇവിടെ കേട്ടതും അല്ലെങ്കിൽ കൃത്യമായ ഒരു വ്യക്തത ഇല്ലാത്ത ഒത്തിരിയേറെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയും. പക്ഷെ അവിടെ നിക്കോദേമോസ് പറഞ്ഞു വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഈ ഒരു തത്വം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റം വരും. പലപ്പോഴും ചില കേട്ടിട്ടില്ലാത്തതുമായ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞതും വസ്തുനിഷ്ഠമല്ലാത്തതുമായ ഒത്തിരിയേറെ കാര്യങ്ങൾ കേട്ടിട്ട് അതാണ് ശരി എന്ന് പറഞ്ഞ് നമ്മൾ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും ക്രിസ്തുവിൻ്റെ സമയത്തുണ്ടായിരുന്ന ഒത്തിരിയേറെ ആളുകളുടെ തെറ്റിദ്ധാരണകൾ പോലെ ആയിപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം. അതുകൊണ്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് പ്രഭാഷണ പുസ്തകം പറഞ്ഞു വയ്ക്കുന്നത് അറിയാൻ മേലെങ്കിൽ വാ തുറക്കരുത്, അറിയാൻ മേലെങ്കിൽ വാ തുറക്കരുത്.
ഇത് പറയാനുള്ള കാരണം കൃത്യമായ വ്യക്തത ഇല്ലെങ്കിൽ നമുക്കൊരാളെ വിധിക്കാനുള്ള അധികാരമില്ല. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്ന കാര്യമാണ്, മറ്റുള്ളവരെ വിധിക്കാനായിട്ട് നമുക്ക് എന്ത് അവകാശമാണുള്ളത്? കാരണം വിധിക്കാനുള്ള അവകാശം മുഴുവനും ദൈവത്തിന് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു വലിയ ബോധ്യം നമ്മളിൽ നിറയാനായിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. അതായത് നമ്മൾ എന്ത് കാര്യങ്ങൾ പറയുന്നു അതിൻ്റെ ആധികാരികത നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഈശോയെ പിടിക്കുവാനും ഈശോയെ ബന്ധിച്ച് അല്ലെങ്കിൽ കൊല്ലുവാനായിട്ടൊക്കെയുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സേവകന്മാരെല്ലാം പോയി. പക്ഷേ സേവകന്മാർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ വിസ്മയിപ്പിക്കത്തക്ക രീതിയിലായിരുന്നു ഈശോയുടെ പ്രബോധനങ്ങൾ. അതുകൊണ്ട് അവർ തിരിച്ചു വന്നിട്ട് യഹൂദ പ്രമാണികളോട് പറയുന്ന കാര്യം ഇതാണ്: ഇതുപോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇതുപോലെ പ്രബോധനങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കാരണം അത്രമാത്രം ആധികാരികത നിറഞ്ഞ ഒരു പ്രബോധനങ്ങളായിരുന്നു. തൻ്റെ ജീവിതവും വാക്കും പ്രവൃത്തിയുമൊക്കെ ചേർന്ന് പോകുന്ന ഒരു സവിശേഷതയായിരുന്നു അവർ ക്രിസ്തുവിൽ കണ്ടത്. അതുകൊണ്ട് അവനെ പിടിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവൻ്റെ വാക്ക് ശ്രവിക്കാനും അവനിൽ ആകൃഷ്ടനാകാനൊക്കെ അവർക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമുക്ക് തരുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതവും ക്രിസ്തുവിൻ്റെ പോലെയാകുക. ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്നത് ക്രിസ്തു അവൻ്റെ കൂടെയുള്ളതാണ്. ഈ നമ്മൾ അനുകരിക്കുന്ന ക്രിസ്തുവിനെ അറിയാതെയും അനുഭവിക്കാതെയും ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ചിലപ്പോൾ അത് പലപ്പോഴും അത് നമ്മുടെ ആധികാരികതയെ തന്നെ ചോദ്യം ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, കർത്താവേ, ഇതുപോലെ ഒരു വലിയ ആധികാരികത ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരണം. രണ്ടാമതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് ഇത്രമാത്രം പ്രയാസങ്ങളും പ്രതിസന്ധികളുടെയും ഒക്കെ നടുവിലും തൻ്റെ ദൗത്യം കൃത്യമായി നിർവഹിക്കുന്ന ഈശോയെ കാണാൻ പറ്റും. തൻ്റെ കൂടെയുള്ളവരെല്ലാം അവരെ കൊല്ലാൻ പോലും നോക്കി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും അവിടെയൊക്കെ തളരാതെ തൻ്റെ പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ആ ദൗത്യം പൂർത്തിയാക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഈശോയെ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ നിയോഗം നമ്മൾ തിരിച്ചറിയുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനുമായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അത് കുടുംബത്തിലാണെങ്കിൽ ഒരു കുടുംബനാഥരായിട്ടാണെങ്കിൽ കുടുംബനാഥയായിട്ട് നല്ലൊരു മാതാവായി പിതാവായി ജീവിക്കുവാനായിട്ടുള്ള നിയോഗമൊക്കെ നമുക്കുണ്ട്. ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാനായിട്ടുള്ള ജീവിത നിയോഗമൊക്കെ ഉണ്ട്. അത് ദൈവം എന്താണ് നമ്മളിൽ നിന്ന് അഭിലഷിക്കുന്നത് അത് തിരിച്ചറിയുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനുമായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ പരിശുദ്ധ ബലിയിൽ കർത്താവേ, കൂടുതൽ ജീവിതത്തിൽ ആധികാരികതയോടെ വാക്കും പ്രവൃത്തിയും ചേർന്ന് പോകുന്ന ആധികാരികതയോടെ ജീവിക്കുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.